ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മഴയൊക്കെ അല്ലേ, എല്ലായിടത്തും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മുടെ മുംബൈയിൽ മഴ വരുന്നതേ ഉള്ളൂ, ചെറിയ മഴയൊക്കെ പെയ്തു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് അറിയാമായിരിക്കുമല്ലോ. ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. സോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഡ്രോയിങ് പ്രത്യേകിച്ച് പഠിക്കാൻ പോയ ഒരാളൊന്നുമല്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. നിങ്ങൾ പോർട്രേറ്റ്സ് ഒക്കെ വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും പെൻസിലും അതിൻ്റെ ഷെയ്ഡ്സും ഒക്കെ അറിയാമായിരിക്കുമല്ലോ. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഫാബർ കാസ്റ്റലിൻ്റെ ബ്ലാക്ക് മാറ്റ് അല്ലെങ്കിൽ ലവ് ആർട്ടിൻ്റെ സ്കെച്ച് പെൻസിലാണ്. ഇതിലെനിക്ക് കുറച്ച് സ്മൂത്ത് ആയിട്ട് തോന്നിയിട്ടുള്ളത് ലവ് ആർട്ടിൻ്റെ സ്കെച്ച് പെൻസിലാണ്. അത് സൂപ്പറാണ്. ഷെയ്ഡ്സ് പെൻസിലിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ലെഡ് പെൻസിൽ. വളരെ തിന്നായിട്ടുള്ള ഒന്നാണ് ലെഡ് പെൻസിൽ. പല ഷെയ്ഡ്സിലുള്ള ഈ പെൻസിൽ നമ്മൾ HB പെൻസിൽ എന്നാണ് പറയുന്നത്. ഈ HB എന്ന് പറയുന്നത് ഇതിന്റെ ബ്ലാക്ക്നെസ് അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് കാണിക്കുന്നതിനാണ്. HB മാത്രമല്ല, HB 2B 4B 6B 8B 10B നമ്പേഴ്സ് കൂടി കൂടി വരുമ്പോൾ ഇതിന്റെ ബ്ലാക്ക്നെസ് കൂടി വരും. ഇത് കണ്ടില്ലേ, ഇതേപോലെ. ഇനി നെക്സ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ ലെഡ് പെൻസിൽസ്. ലെഡ് പെൻസിൽസ് ഇതേപോലെ തന്നെ 0.5 0.7 0.9 ഒക്കെ അവൈലബിൾ ആണ്. വേറെ ഷെയ്ഡ്സിന്റെ ശല്യമൊന്നും ഇല്ലാതെ തിന്നായിട്ട് നമുക്ക് വരയ്ക്കാൻ ഇത് യൂസ് ചെയ്യാം. അതായത് ഞാൻ ഇപ്പോഴും ഡ്രോയിങ് റഫായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പെൻസിൽ വെച്ചിട്ടാണ്. പെൻസിലിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക്നെസ് വരുന്നത് 10Bക്കും 8Bക്കും ഒക്കെയാണ്. ഈ 10B 8B ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് മുടിക്ക് കളർ കൊടുക്കാൻ, കണ്ണിന്റെ കൃഷ്ണമണി, പിന്നെ ഡ്രസ്സിന്റെ കളേഴ്സ്, അതിനൊക്കെയാണ്. പിന്നെ ഇതേപോലെ ഒരു പേപ്പർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം, കാരണം സ്പ്രെഡ് ആവാതിരിക്കാനാണ്. ഡ്രോയിങ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൈ അനങ്ങുമ്പോൾ അതൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ എക്സ്റേ പോലുള്ള ഷീറ്റൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും, കാരണം നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് കുറച്ച് ഷാർപ്നെസ്സോട് കൂടി കിട്ടും. സോ നമ്മുടെ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് ഒതുക്കി കറക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബഡ്സ് യൂസ് ചെയ്യാം. ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. മേ ബി മറ്റെന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവാം. എന്നെക്കാളും ഡീറ്റെയിൽസ് ആയിട്ട് അറിയാവുന്ന ഒത്തിരി പേരുണ്ടാവും. അപ്പം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അടിയിൽ കമൻ്റ് ആയിട്ട് ഇടുന്നത് വളരെ നല്ലതായിരിക്കും, കാരണം അത് എനിക്കും വായിക്കുന്നവർക്കും യൂസ്ഫുള്ളാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇങ്ങനെ ഷേപ്പിൽ വരയ്ക്കുകയെന്ന്. അതായത് ഓരോരുത്തരുടെ ഫേസ് കട്ട് ഉണ്ടല്ലോ, അത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. സോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഈ ഒരു പെൻസിലിൻ്റെ യൂസ്ഫുൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നമുക്ക് റഫായിട്ടൊന്ന് വരച്ചെടുക്കാൻ ഇത് യൂസ് ചെയ്യാം. ആദ്യമേ നമ്മൾ ഷെയ്ഡ്സ് കൂടുതൽ വേണ്ട ഭാഗത്ത് 10Bയും 8Bയും ഒന്നും അപ്ലൈ ചെയ്യാൻ പോകരുത്, കാരണം പിന്നെ നമുക്കത് മായ്ച്ച് റെഡിയാക്കാൻ പറ്റില്ല. എന്തായാലും ആ പാട് അവിടെ തന്നെ ഉണ്ടാവും. സോ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് റഫായിട്ട് വരച്ചെടുക്കുക, പിന്നെയാണ് ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഈ വരയ്ക്കുന്ന പിക്ചർ കണ്ടില്ലേ, ഇത് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ബെറ്റർ ചെയ്തെടുക്കാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാം ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനും ആവും. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കതൊരു ബോറടിയായി മാറും. സോ നമുക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ പൈസയ്ക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അമ്മയുടെയോ അപ്പയുടെയോ അല്ലെങ്കിൽ കപ്പിൾ ഫോട്ടോസോ എന്തെങ്കിലും ഒന്ന് വരച്ച് തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ മെയിൽ ID ബയോയിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡ്രോയിങ്സിൻ്റെ ലാസ്റ്റ് ലുക്ക് നിങ്ങൾ കണ്ടല്ലോ. ഇത് ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി റഫായിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പിക്ചേഴ്സൊക്കെ ചെയ്ത് കിട്ടണമെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കുറേ കൂടെ നമ്മൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പിക്ചേഴ്സൊക്കെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.